റെറ്റിനോൾ ആൻറ്റി ഏജിങ്ങിനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ടും ആക്നെ പ്രോൺ സ്കിൻകാർക്കും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റി സ്കിന്നിനെ യൂത്ത്ഫുൾ ആക്കി വെക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അതുകൂടാതെ റെറ്റിനോൾ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് നമ്മൾ റെറ്റിനോളോ അല്ലെങ്കിൽ വിറ്റാമിൻ എയുടെ ഫാമിലിയുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തത്, എല്ലാവർക്കും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ വീണ്ടും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ റെറ്റിനോൾ യൂസ് ചെയ്യാൻ സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും റെറ്റിനോൾ യൂസ് ചെയ്യാനും പാടില്ല. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പർജിങ് എഫക്റ്റ് വരും. അതായത് സ്കിൻ്റെ സെല്ലിൻ്റെ ടേൺ ഓവർ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മോക്കുരു വരാനുള്ള ചാൻസ്. ഒരു ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കുറേ മോക്കുരു വരും. എന്നിട്ട് അത് പിന്നെ പോവുകയും ചെയ്യും. പാടൊന്നും ലീവ് ചെയ്യത്തില്ല, അത് പിന്നെ പതുക്കെ പോവുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ റെറ്റിനോൾ അഗ്ലിങ് അല്ലെങ്കിൽ പേർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ ബോക്സിലേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.